നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിന പരേഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യത്തെ ആദ്യ വനിതാ സീനിയർ വിംഗ് ബാൻഡ് അംഗങ്ങൾക്ക് ന്യൂമാൻ കോളേജിൽ വികാരനിർഭരമായ യാത്രയയപ്പ് നൽകി. സംസ്ഥാന സർക്കാരിന്റെ വനഭേദഗതി ബിൽ പിൻവലിക്കണമെന്ന് DCC നേതൃയോഗം. മിഷൻ 2025 ഭാഗമായി കോൺഗ്രസ് സംഘടിപ്പിച്ച നേതൃസംഗമം AICC സെക്രട്ടറി PV മോഹൻ ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി നിരക്ക് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ KSAB ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ മുനിസിപ്പൽ പാർക്കിന് മുൻപിലുള്ള യുദ്ധസ്മാരകം പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന വാഹനങ്ങളുടെ പാർക്കിംഗ് മൂല്യവും പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നതിനാലും അനാദരിക്കപ്പെടുകയാണെന്ന് പൂർവ്വ സൈനിക് സേവാ പരിഷത്ത് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് CG സോമശേഖരൻ. കേന്ദ്ര സർക്കാർ കേരളത്തിന് അനുവദിച്ച കേന്ദ്രീയ വിദ്യാലയം സ്ഥാപിക്കുന്നത് തൊടുപുഴയ്ക്ക് സമീപം മ്രാലയിൽ. വാർത്തകൾ വിശദമായി. ന്യൂമാൻ NCC ബാൻഡിന് ഉജ്ജ്വലമായ യാത്രയയപ്പ്. രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിന പരേഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യത്തെ ആദ്യ വനിതാ സീനിയർ വിംഗ് ബാൻഡ് അംഗങ്ങൾക്ക് ന്യൂമാൻ കോളേജിൽ വികാരനിർഭരമായ യാത്രയയപ്പ് നൽകി. 2006 അന്നത്തെ പ്രിൻസിപ്പൽ റവറൻഡ് ഡോക്ടർ വിൻസെന്റ് നെടുങ്ങാട്ട്, വൈസ് പ്രിൻസിപ്പൽ റവറൻഡ് ഡോക്ടർ മാനുവൽ പിച്ചളക്കാട്ട്, NCC ഓഫീസർ ക്യാപ്റ്റൻ പ്രജീഷ് C മാത്യു എന്നിവരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ന്യൂമാൻ NCC ബാൻഡ് ചുരുങ്ങിയ കാലഘട്ടം കൊണ്ടാണ് രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച NCC ബാൻഡായി മാറിയത്. ഡൽഹിയിൽ 2025 ജനുവരി 26 നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ കാണികൾക്ക് വിസ്മയ കാഴ്ച ഒരുക്കുന്നതിനായുള്ള അവസാനഘട്ട തീവ്ര പരിശീലനത്തിലാണ് ന്യൂമാൻ NCC ബാൻഡ് അംഗങ്ങൾ. മികച്ച പ്രകടനങ്ങൾ കൊണ്ട് NCCയുടെ പ്രധാന പ്രോഗ്രാമുകളിലെ സ്ഥിരം ക്ഷണിതാവായി മാറിയ ബാൻഡ് രൂപീകരണ കാലം മുതൽക്കേ റിപ്പബ്ലിക് ദിന പരേഡ് എന്ന സ്വപ്നം ലക്ഷ്യം വെച്ചിരുന്നു. കഴിഞ്ഞ വർഷത്തെ റിപ്പബ്ലിക് ദിനാഘോഷവുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രിയുടെ വനിതാ ശാക്തീകരണ പദ്ധതിയിൽ നിന്നും ഊർജ്ജം കൊണ്ടാണ് വനിതാ ബാൻഡിന് കഴിഞ്ഞ വർഷം തീവ്ര പരിശീലന പദ്ധതി ആരംഭിച്ചത്. കോട്ടയം ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ GVS റെഡ്ഡിയുടെ നിർദ്ദേശപ്രകാരം ന്യൂമാൻ കോളേജിലെ 29 കേഡറ്റുകൾക്കൊപ്പം 18 കേരള ബറ്റാലിയന് കീഴിൽ ഉള്ള മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ 9 കേഡറ്റുകൾ, കോതമംഗലം MA കോളേജ്, കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 4 വീതം കേഡറ്റുകളെ കൂടി ഉൾപ്പെടുത്തി ന്യൂമാൻ NCC ബാൻഡ് വിപുലീകരിച്ചു. വനിതാ ശാക്തീകരണത്തിന്റെ ഉത്തമ മാതൃകയായി മാറി നാടിന് അഭിമാനമായി മാറിയ ടീമിന് യാത്രയയപ്പ് നൽകുവാൻ ചേർന്ന യോഗത്തിൽ കോളേജ് മാനേജർ മോൺസിഞ്ഞോർ ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. യുവതലമുറയെ പ്രതിനിധീകരിച്ച് റിപ്പബ്ലിക് ബാൻഡ് സെറ്റുമായി ഡൽഹിയിലെ വഴിയോരങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ NCC കേഡറ്റുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അഭിമാനത്തിന്റെ നിമിഷമാണ്. അത് സാധ്യമാക്കിയത് ഈ ന്യൂമാൻ കോളേജിലെ NCC ഓഫീസറായ ക്യാപ്റ്റൻ പ്രജീഷ് C മാത്യു, 18 ബറ്റാലിയൻ മൂവാറ്റുപുഴയുടെ കേരള പ്രശാന്ത് നായർ സാറും മറ്റ് NCC ഓഫീസേഴ്സുമാണ്. ഈ കോളേജിലെ ഏറ്റവും അഭിമാനകരമായ അവസരമാണ് NCC അംബേദ്കറുടെ കീഴിൽ യുവാക്കളെ എത്തിക്കാൻ. എന്നിട്ട് റിപ്പബ്ലിക് ഡേയുടെ ഭാഗമായിട്ട് ഈ ബാൻഡ് അവിടെ അവതരിപ്പിക്കാൻ കഴിയുന്നു എന്നതിൽ കേരള പ്രശാന്ത് സാർ പറഞ്ഞതുപോലെ യുദ്ധം നടക്കുന്ന എല്ലാ തലങ്ങളിലും ബാൻഡുകളുണ്ട്. യുദ്ധത്തിൽ പങ്കെടുക്കുന്നവർക്ക് വീര്യം കൂട്ടാനായിട്ട് ആവേശം കൊടുക്കാനുള്ള ബാൻഡ് താളങ്ങളും ശബ്ദങ്ങളും സംഗീതങ്ങളുമാണ് ബാൻഡിൽ മുഴങ്ങുക. 18 കേരള കമാൻഡിംഗ് ഓഫീസർ കേണൽ പ്രശാന്ത് നായർ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി K അലക്സ്, ലഫ്റ്റനന്റ് കേണൽ അനിരുദ്ധ് സിംഗ്, റോയി പുളിമുട്ടിൽ, കോളേജ് NCC ഓഫീസർ ക്യാപ്റ്റൻ പ്രജീഷ് C മാത്യു, കോളേജ് ബർസാർ ബെൻസൺ N ആന്റണി, സുബൈദർ മേജർ സുജിത് സിംഗ് എന്നിവർ പ്രസംഗിച്ചു. ഈ ബാൻഡിന്റെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ളത് I am just a niche, but the efforts and everything has undertaken out here by the ANOs and the cadets. It is a very difficult task. Very difficult task in the sense, in the normal course of time, you have your NCC parades which are there, which is comprises of drill, discipline and other activities of military nature. Band is also related to the military.
to the armed forces in particular, to spur up the morale and motivation. In olden times, when the war was taking place, we had ethical wars taking place. At that point of time, തുടർന്ന് ടീമിനെ യാത്രയാക്കാൻ ന്യൂമാൻ കോളേജ് കുടുംബത്തോടൊപ്പം സൈനിക ഉദ്യോഗസ്ഥർ, മാതാപിതാക്കൾ, അധ്യാപകർ, നിർമ്മല, MA, സെന്റ് പീറ്റേഴ്സ് കോളേജുകളിലെ കേഡറ്റുകളും വിദ്യാർത്ഥികളും അണിനിരന്നത് ആവേശക്കാഴ്ചയായി. പരിപാടിയുമായി ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങൾക്ക് മൂവാറ്റുപുഴ നിർമ്മല കോളേജ് NCC ഓഫീസർ ലഫ്റ്റനന്റ് ഡോക്ടർ ആൽബിഷ്, ന്യൂമാൻ കോളേജ് സീനിയർ അണ്ടർ ഓഫീസർ ആദർശ് S, അണ്ടർ ഓഫീസർമാരായ സാരംഗ് ഷാജി, എയ്ഡൻ കുര്യൻ, അലൻ ടാജു, അഖിൽ കുമാർ B എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സംസ്ഥാന സർക്കാരിന്റെ വനഭേദഗതി ബിൽ പിൻവലിക്കണമെന്ന് DCC നേതൃയോഗത്തിൽ ആവശ്യപ്പെട്ടു. ഇടതു സർക്കാർ ഈ ബില്ലുമായി മുന്നോട്ടു പോകാനാണ് ഭാവമെങ്കിൽ കർഷകരെ അണിനിരത്തി അതിശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന് കോൺഗ്രസ് ജില്ലാ നേതൃയോഗം മുന്നറിയിപ്പ് നൽകി. മിഷൻ 2025ന്റെ ഭാഗമായി കോൺഗ്രസ് സംഘടിപ്പിച്ച നേതൃസംഗമം AICC സെക്രട്ടറി PV മോഹൻ ഉദ്ഘാടനം ചെയ്തു. DCC പ്രസിഡന്റ് CP മാത്യു അധ്യക്ഷത വഹിച്ചു. ജനദ്രോഹം മുഖമുദ്രയാക്കി സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന വനഭേദഗതി ബിൽ അടിയന്തരമായി പിൻവലിക്കണമെന്ന് DCC നേതൃയോഗം ആവശ്യപ്പെട്ടു. 1 കിലോമീറ്റർ ബഫർ സോണും നിർമ്മാണ നിരോധനവും അടിച്ചേൽപ്പിച്ച ഇടത് സർക്കാർ ഈ ബില്ലുമായി മുന്നോട്ടു പോകാനാണ് ഭാവമെങ്കിൽ കർഷകരെ അണിനിരത്തി അതിശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന് കോൺഗ്രസ് ജില്ലാ നേതൃയോഗം മുന്നറിയിപ്പ് നൽകി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ അംഗം കുറിക്കാൻ കേരളത്തിലെ കോൺഗ്രസ് സന്നദ്ധമായതായി AICC സെക്രട്ടറി PV മോഹൻ പ്രസ്താവിച്ചു. മിഷൻ 25ന്റെ ഭാഗമായി കോൺഗ്രസ് നേതൃസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രണ്ട് കൊള്ളം നിങ്ങളൊപ്പം നിങ്ങളുടെ സഹോദരനായിട്ട് നിങ്ങളുടെ സ്നേഹിതനായിട്ട് ഞാൻ നിങ്ങളെപ്പോഴും പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു സീരിയസ് ആയിട്ട് ആ സീരിയസ് ഗൗരവം നിങ്ങളും നിങ്ങളുടെ പ്രവർത്തനത്തിൽ കാണിക്കും ഞാൻ വിചാരിക്കുന്നു. പ്രസംഗം 10%, പ്രവർത്തനം 90%. ഇതാ പുതിയ കോൺഗ്രസ്. അത് നിങ്ങൾ you are going to do that I believe. പാർട്ടി പാലക്കാട് ഞാൻ 4 മാസം ഉണ്ടായിരുന്നു. 4 മാസത്തിൽ 2 മാസം ഞാൻ വീട്ടിൽ പോയിട്ടില്ല. ഞാൻ അവിടെ ഉണ്ടായിട്ട് അവരൊപ്പം ഉണ്ടായിട്ട് അവരടുത്ത് ഞാൻ പണിയെടുത്തിട്ട് നല്ല വിജയമാണ്. 18,000 വോട്ടിന് ജയിക്കുന്ന ആരും വിചാരിച്ചിട്ടില്ല. ബൂത്ത് തലത്തിൽ വിവിധ പാർട്ടി ആടെ ബൂത്തോ ഒന്നും ഉണ്ടായില്ല, ബിയറില്ല, ബൂത്തുകളൊന്നുമില്ല. ആടെ ഒരു ഓളം ഷാഫി ക്രിയേറ്റ് ചെയ്ത് ഓളത്തിൽ ജയിച്ചതാണ് പുള്ളികളും. ബട്ട് ആടെ ഒരു ബൂത്തും അങ്ങനത്തെ ഒരു സംഭവമില്ല. DCC പ്രസിഡന്റ് CP മാത്യുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ രാഷ്ട്രീയ കാര്യസമിതി അംഗം ജോസഫ് വാഴക്കൻ, KPCC ജനറൽ സെക്രട്ടറി S അശോകൻ, EM ആഗസ്തി, റോയി K പൗലോസ്, AK മണി, ഇബ്രാഹിംകുട്ടി കല്ലാർ, ജോയി വെട്ടിക്കുഴി, തോമസ് രാജൻ, MN ഗോപി, AP ഉസ്മാൻ, MK പുരുഷോത്തമൻ, നിഷ സോമൻ, CP കൃഷ്ണൻ, PV സ്കറിയ, സിറിയക് തോമസ്, ഇന്ദു സുധാകരൻ, MD അർജുനൻ, ഷാജി പൈനാടത്ത്, ഷിബിലി സാഹിബ്, NI ബെന്നി, TJ പീറ്റർ, ജോൺ നെടിയപാല, ലീലാമ ജോസ്, PS ചന്ദ്രശേഖരപിള്ള, തോമസ് മാത്യു കക്കുഴിയിൽ, ചാർലി ആന്റണി, G മുരളീധരൻ, ബിജോ മാണി, PR അയ്യപ്പൻ, KS അരുൺ, PA അബ്ദുൾ റഷീദ്, R ഗണേഷ്, അരുൺ പൊടിപാറ, N പുരുഷോത്തമൻ, തോമസ് മൈക്കിൾ, CS യശോധരൻ, റോബിൻ കാരക്കാട്, ജോർജ് കൂറുംപുറം, ബാബു കുര്യാക്കോസ്, ജോസ് ഊരക്കാട്ടിൽ, മനോജ് മുരളി, ബെന്നി തുണ്ടത്തിൽ, ജോർജ് തോമസ്, ഫ്രാൻസിസ് ദേവസ്യ, PD ജോസഫ്, അനിൽ ആനക്കനാട്, ടോമി പാലക്കൽ, ബിനോയ് വർക്കി തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വൈദ്യുതി നിരക്ക് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ KSEB ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷിബിലി സാഹിബ് മാർച്ചിന് നേതൃത്വം നൽകി. നിരവധി വ്യക്തികൾ മാർച്ചിൽ പങ്കെടുത്തു. വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയ ജനങ്ങൾക്ക് മേൽ വൈദ്യുതി ചാർജ് വർധനവ് അടിച്ചേൽപ്പിച്ച പിണറായി സർക്കാരിന്റെ കൊടും ക്രൂരത ജനം തിരിച്ചറിയണമെന്ന് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ പറഞ്ഞു. അദാനി ഉൾപ്പെടെയുള്ള സ്വകാര്യ കമ്പനികളിൽ നിന്നും വൈദ്യുതി വാങ്ങിയ കോടികളുടെ അഴിമതിയാണ് സർക്കാരും CPM-ഉം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വർദ്ധിപ്പിച്ച വൈദ്യുതി നിരക്ക് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ KSEB ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏറെ പ്രതിഷേധകരമാണ് ഈ വിലവർദ്ധന. നമുക്കറിയാം, നമ്മളിന്ന് ജീവിക്കുന്ന ഈ നാട്, നമ്മുടെ രാജ്യം എല്ലാ അർത്ഥത്തിലും
ജീവിതം ദുസ്സഹമായിരിക്കുന്നത് യാഥാർത്ഥ്യം. എല്ലാ ജനങ്ങളും ഒരുപോലെ അനുഭവിച്ച് മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടം. ഈ സർക്കാരുകളുടെ ജനദ്രോഹം എന്ത് എന്നതിനെ സംബന്ധിച്ച് ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയുള്ള അനുഭവങ്ങൾ ധാരാളമാണ്. വൈദ്യുതി മേഖലയിലെ പ്രതിസന്ധിയെ സംബന്ധിച്ച് ഈ സംസ്ഥാന സർക്കാർ ജനങ്ങളോട് ചെയ്ത കൊടും ക്രൂരത അത് ജനങ്ങൾ അറിയണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ചരിത്രമുണ്ട്. സംസ്ഥാനം ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ KSE ബോർഡിനെ തച്ചു തകർക്കാൻ വേണ്ടി സമരാഭാസങ്ങൾ നടത്തിയവരാണ്. ഒരു സ്ഥാപനമുണ്ടെങ്കിലല്ലേ ഈ രാജ്യം നിലനിൽക്കും. KSE ബോർഡ് ഉണ്ടെങ്കിലല്ലേ KSE ബോർഡിലെ ജീവനക്കാർക്ക് ജോലി ചെയ്യാൻ പറ്റൂ, എങ്കിലല്ലേ അവർക്ക് ശമ്പളം കിട്ടും, എങ്കിലല്ലേ കുടുംബം പോറ്റാൻ പറ്റൂ. ആ സ്ഥാപനത്തെ തന്നെ തകർക്കുന്ന വിധ്വംസക നയം സ്വീകരിച്ചവരാണ് CPM. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷിബിലി സാഹിബ് നേതൃത്വം നൽകിയ മാർച്ചിൽ നേതാക്കളായ നിഷ സോമൻ, NI ബെന്നി, TJ പീറ്റർ, തോമസ് മാത്യു കക്കുഴി, PS ചന്ദ്രശേഖരൻ പിള്ള, ലീലാമ്മ ജോസ്, ജോയി മൈലാടി, ടോമി പാലക്കൻ, സുനി സാബു, PV അച്ചമ്മ, ബിന്ദു ദിനേശ്, ആനി ജോർജ്, CS മഹേഷ്, KG സജിമോൻ, രാജേശ്വരി ഹരിഹരൻ, PS ജേക്കബ്, AK ഭാസ്കരൻ, മാർട്ടിൻ ജോസഫ്, സജയകുമാർ, ജോസഫ് മാണി, സുഭാഷ് കുമാർ, രാജേഷ് ബാബു, MH സജീവ് തുടങ്ങിയവർ മാർച്ചിനെ അഭിസംബോധന ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വ്യാപാരി ക്ലബ്ബ് 38ന്റെ ആഭിമുഖ്യത്തിൽ ഒന്നാമത് PJ മാത്യു പന്തക്കൽ മെമ്മോറിയൽ ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. വ്യാപാരി ക്ലബ്ബ് 38 പ്രസിഡന്റ് ഷെരീഫ് സർഗം അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. വ്യാപാരി ക്ലബ് 38ന്റെ ആഭിമുഖ്യത്തിൽ ഒന്നാമത് PJ മാത്യു പന്തക്കൽ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിക്കും ക്യാഷ് അവാർഡിനും വേണ്ടിയുള്ള ക്രിക്കറ്റ് ടൂർണമെന്റ് തെക്കുംഭാഗം ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്നു. വ്യാപാരി ക്ലബ് 38 പ്രസിഡന്റ് ഷെരീഫ് സർഗത്തിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലബ് സെക്രട്ടറി ഷെമീർ ഫിഫ, അസോസിയേഷൻ ജനറൽ സെക്രട്ടറി CK നവാസ്, ക്ലബ് ട്രഷറർ പ്രകാശ് മാസ്റ്റർ, അസോസിയേഷൻ ട്രഷറർ അനിൽ പീടികപ്പറമ്പിൽ, അസോസിയേഷൻ ഭാരവാഹികളായ ഷിയാസ് MPs, KP ശിവദാസ്, നസീർ VS, CK ഷിഹാബ്, സലീം ഫോക്കസ്, ജോസ് വർഗീസ്, മേഖലാ ഭാരവാഹികളായ നെവിൻ P മാക്സ്, റോബിൻ ഹിന്ദുസ്ഥാൻ, അൻവർ സാദത്ത് ടോപ്സിയ, രഞ്ജിത്ത് റാംസ്, റഹീം നാനോ മൊബൈൽസ്, അജി TK എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ മുനിസിപ്പൽ പാർക്കിന് മുൻപിലുള്ള യുദ്ധസ്മാരകം പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന വാഹനങ്ങളുടെ പാർക്കിംഗ് മൂലവും പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നതിനാലും അനാദരിക്കപ്പെടുകയാണെന്ന് പൂർവ്വ സൈനിക് സേവാ പരിഷത്ത് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് CG സോമശേഖരൻ. സ്മാരകത്തിൽ കാർഗിൽ വിജയ ദിവസത്തിന്റെ തീയതി പോലും തെറ്റായാണ് ആലേഖനം ചെയ്തിട്ടുള്ളതെന്നും അദ്ദേഹം ആരോപിച്ചു. ഇന്ത്യ-പാക് യുദ്ധ വിജയ ദിവസത്തിന്റെ ആഘോഷത്തിന്റെ ഭാഗമായി യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ച ശേഷം പൂർവ്വ സൈനികരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊടുപുഴ മുനിസിപ്പൽ പാർക്കിന് മുൻപിലുള്ള യുദ്ധസ്മാരകം പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന വാഹനങ്ങളുടെ പാർക്കിംഗ് മൂലവും പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നതിനാലും അനാദരിക്കപ്പെടുകയാണെന്ന് പൂർവ്വ സൈനിക് സേവാ പരിഷത്ത് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സോമശേഖരൻ CG. കാർഗിൽ യുദ്ധസ്മാരകമായി പണി കഴിപ്പിച്ച ഈ സ്മാരകം നെഹ്റു യുവകേന്ദ്രയുടെ കീഴിലാണുള്ളത്. സ്മാരകത്തിൽ കാർഗിൽ വിജയ ദിവസത്തിന്റെ തീയതി പോലും തെറ്റായാണ് ആലേഖനം ചെയ്തിട്ടുള്ളത്. യുദ്ധസ്മാരകം അതിന്റെ പവിത്രതയോടെ നിലനിർത്തണമെന്നും സ്മാരകത്തിന്റെ സമീപമുള്ള പാർക്കിംഗ്, പരസ്യ ബോർഡുകൾ ഇവ നീക്കം ചെയ്യണമെന്നും പൂർവ്വ സൈനിക് സേവാ പരിഷത്ത് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സോമശേഖരൻ CG ആവശ്യപ്പെട്ടു. ഇന്ത്യ-പാക് യുദ്ധത്തിന്റെ വിജയ ദിവസത്തിന്റെ ആഘോഷത്തിന്റെ ഭാഗമായി യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ച ശേഷം പൂർവ്വ സൈനികരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റോഡിന്റെ മധ്യത്തിലായുള്ള സ്മാരകത്തിന്റെ അടിത്തറയ്ക്കും കൈവരികൾക്കും വഴിയെ പോകുന്ന വാഹനങ്ങൾ ഇടിച്ച് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. യുദ്ധസ്മാരകം സന്തോഷ് പാർക്കിനുള്ളിൽ ഉചിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുന്നതാവും നല്ലതെന്ന് ജനറൽ സെക്രട്ടറി ചന്ദ്രശേഖരപിള്ള പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേന്ദ്ര സർക്കാർ കേരളത്തിന് അനുവദിച്ച കേന്ദ്രീയ വിദ്യാലയം സ്ഥാപിക്കുന്നത് തൊടുപുഴയ്ക്ക് സമീപം മ്രാലയിൽ. PM ശ്രീ സ്കൂൾ എന്ന വിശേഷണത്തോടെ അനുവദിച്ച 85 വിദ്യാലയങ്ങളിൽ കേരളത്തിലെ ഏക കേന്ദ്രീയ വിദ്യാലയമാണ് തൊടുപുഴയിലേത്. അടുത്ത അധ്യയന വർഷം മുതൽ കുട്ടികൾക്ക് പ്രവേശനം നൽകുന്നതിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. 2022 തൊടുപുഴയിൽ കേന്ദ്രീയ വിദ്യാലയത്തിനായി ശ്രമം തുടങ്ങിയത്. ചലഞ്ച് മെത്തേഡ് പോളിസിയിൽ ഉൾപ്പെടുത്തി തൊടുപുഴയിൽ അനുവദിച്ച കേന്ദ്രീയ വിദ്യാലയത്തിൽ അടുത്ത അധ്യയന വർഷം മുതൽ കുട്ടികൾക്ക് പ്രവേശനം നൽകുന്നതിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. നവീനമായ പഠനരീതികളും ഗുണനിലവാരമുള്ള അധ്യാപനവും മികച്ച ഭൗതിക അടിസ്ഥാന സൗകര്യങ്ങളും കേന്ദ്രീയ വിദ്യാലയങ്ങളുടെ പ്രത്യേകതകളാണ്. ഒരു ദേശത്തിലെ വിദ്യാഭ്യാസപരമായ ഉന്നമനത്തിന് ഏറ്റവും
മികച്ച ഇൻഫ്രാസ്ട്രക്ചറുകൾ കൊണ്ടും വളരെയധികം ക്വാളിഫൈഡും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉള്ളതുകൊണ്ടുമാണ് കേന്ദ്രീയ വിദ്യാലയം വരാൻ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഈ കേന്ദ്രീയ വിദ്യാലയം ഇടുക്കിയിൽ തൊടുപുഴയിൽ വരുന്നതോടെ ആ ദേശത്തുള്ള ആളുകളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഇത് നല്ല ഒരു പങ്ക് വഹിക്കും എന്നാണ് വിചാരിക്കുന്നത്. കണ്ടെത്തിയ ഭൂമി കേന്ദ്രീയ വിദ്യാലയത്തിന്റെ പേരിൽ ലീസ് ഡീഡ് ഉണ്ടാക്കുകയും അതോടൊപ്പം താത്കാലികമായി പ്രവർത്തിക്കാനുള്ള ബിൽഡിംഗ് സജ്ജമാക്കി കേന്ദ്രീയ വിദ്യാലയത്തിന് കൈമാറുകയും ചെയ്താൽ ഈ അടുത്ത അധ്യയന വർഷം തന്നെ, അതായത് 2025-26 തന്നെ ക്ലാസുകൾ ആരംഭിക്കാം എന്ന് വിചാരിക്കുന്നു. വിദ്യാലയത്തിനായി മ്രാലയിൽ 8 ഏക്കർ സ്ഥലം കണ്ടെത്തിക്കഴിഞ്ഞു. രാജ്യാന്തര നിലവാരത്തിലുള്ള കെട്ടിടമാണ് ഇവിടെ നിർമ്മിക്കുക. സ്വന്തം കെട്ടിടമാകുന്നതുവരെ തൊടുപുഴ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലായിരിക്കും വിദ്യാലയം പ്രവർത്തിക്കുന്നത്. ഒരു ഡിവിഷനിൽ 32 സീറ്റുകളാണ് ഇവിടെ അനുവദിക്കുന്നത്. നിലവിലെ മാനദണ്ഡങ്ങൾ പ്രകാരം 63 തസ്തികകൾ പുതിയതായി ആരംഭിക്കുന്ന കേന്ദ്രീയ വിദ്യാലയത്തിൽ സർക്കാർ അനുവദിക്കും. ഇടുക്കിയിലെ രണ്ടാമത്തെ കേന്ദ്രീയ വിദ്യാലയം കൂടി പ്രവർത്തനം തുടങ്ങുന്നതോടെ മലയോര ജില്ലയിലെ വിദ്യാഭ്യാസ രംഗത്ത് കാതലായ മാറ്റമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇടുക്കി ജില്ലയുടെ പൊതുവിൽ തൊടുപുഴയുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു വിദ്യാലയമാണ് പുതുതായി ആരംഭിക്കുന്ന കേന്ദ്രീയ വിദ്യാലയം. കേന്ദ്രീയ വിദ്യാലയത്തിൻ്റെ പ്രത്യേകത ഇവിടെയുള്ള അധ്യാപകർ രാജ്യത്തെ ഏറ്റവും മികച്ച നിലവാരം പുലർത്തുന്ന അധ്യാപകരായിരിക്കും. അതുപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിൽ തന്നെ സ്വന്തം നിലയിൽ വളർന്നു വരുന്നതിനുള്ള കാര്യപ്രാപ്തിയോടുകൂടി അവരെ മുന്നോട്ട് നയിക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ രീതിയാണ് ഈ സ്കൂളിലുള്ളത്. ഇടുക്കി ജില്ലയിൽ രണ്ടാമത്തെ കേന്ദ്രീയ വിദ്യാലയമാണ് തൊടുപുഴയിൽ ആരംഭിക്കുന്നത്. CBSE സിലബസിൽ ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ പഠിക്കുന്നതിനുള്ള, ചുരുങ്ങിയ ചെലവിൽ എന്ന് മാത്രമല്ല ഏറ്റവും മികച്ച അധ്യാപകരുടെ കീഴിൽ പഠിക്കുന്നതിനുള്ള സാഹചര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ ജില്ലയിൽ അതുപോലെ തന്നെ തൊടുപുഴയിൽ ഇങ്ങനൊരു സ്ഥാപനം ആരംഭിക്കുന്നതിന് വേണ്ടി വളരെയധികം ശ്രമങ്ങൾ നടത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട MLA PJ ജോസഫ് സാറ്, ഇടുക്കി ജില്ലയുടെ മുൻ കളക്ടർമാരായ ഷീബ ജോർജ് IAS അവറുകൾ, ശ്രീ എച്ച് ദിനേശൻ IAS എന്നിവരെല്ലാം, അതുപോലെ തന്നെ റവന്യൂ വകുപ്പിലെയും വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലെയും ഉദ്യോഗസ്ഥർ വളരെ ആത്മാർത്ഥമായി തന്നെ ഈ ഒരു സംരംഭത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തൊടുപുഴയിലെ മറ്റ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലൊക്കെ ജനപ്രതിനിധികൾ ഇതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥാപനം ആരംഭിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള, അതും വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരുടെ കീഴിൽ പഠിക്കുന്നതിനുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ എല്ലാ രീതിയിലും തൊടുപുഴയുടെയും ഇടുക്കി ജില്ലയുടെയും വിദ്യാഭ്യാസ പുരോഗതിക്ക് ഏറെ ഗുണം ചെയ്യുന്ന ഈ കേന്ദ്രീയ വിദ്യാലയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായിട്ടുള്ള എല്ലാവരെയും അഭിനന്ദിക്കുന്നു. പുതിയ കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കുന്നതുവരെ തൊടുപുഴ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ താൽക്കാലിക സംവിധാനത്തിലായിരിക്കും സ്കൂൾ പ്രവർത്തിക്കുന്നത്. ഇതിനായി 3 അധിക ക്ലാസ് മുറികൾ, അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പ്രത്യേകം ശുചിമുറികൾ, ക്ലാസ് മുറികളെ വേർതിരിക്കുന്ന താൽക്കാലിക സംവിധാനങ്ങൾ എന്നിവ ഒരുക്കും. ഇവിടെ കേന്ദ്രീയ വിദ്യാലയ സംഘടന മാനദണ്ഡ പ്രകാരം അഗ്നി സുരക്ഷാ സജ്ജീകരണങ്ങളും ഒരുക്കേണ്ടി വരും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സംസ്ഥാനം ഓരോ ദിവസവും വാഹനാപകടങ്ങളുടെയും മരണങ്ങളുടെയും വാർത്തകൾ കേട്ട് ഉണരുമ്പോഴും വളയം പിടിക്കുന്നവർക്ക് യാതൊരു കുലുക്കവുമില്ല. മനുഷ്യജീവനേക്കാൾ തങ്ങളുടെ കളക്ഷനാണ് വലുതെന്ന് ചിന്തിക്കുന്ന സ്വകാര്യ ബസ് ഡ്രൈവർമാർ ഉൾപ്പെടെ നിരത്തിലിറങ്ങുന്നവരിൽ ഭൂരിഭാഗവും നിയമം പാലിക്കാൻ തയ്യാറല്ല. ഇന്ന് വൈകുന്നേരം തൊടുപുഴ കാർട്സിന് സമീപം ഹൈടെക് സ്റ്റുഡിയോയ്ക്ക് മുന്നിൽ തലനാരിഴയ്ക്കാണ് വലിയൊരു അപകടം ഒഴിവായത്. തിരക്കേറിയ നഗരവീതിയിൽ സ്വകാര്യ ബസ് മറ്റൊരു ബസ്സിനെ മറികടക്കാൻ ശ്രമിച്ചപ്പോൾ എതിർവശത്തു നിന്ന് വന്ന കാറിൽ തലനാരിയുടെ വ്യത്യാസത്തിലാണ് ഇടിക്കാതിരുന്നത്. അഗസ്റ്റിൻ ദൂരദർശൻ പകർത്തിയ ദൃശ്യം.
ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ നൽകി. യോഗം മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിഞ്ചു ഉദ്ഘാടനം ചെയ്തു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണം സംഘടന ഓഫീസിൽ വെച്ച് നടന്നു. യോഗത്തിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിഞ്ചു നിർവഹിച്ചു. നിങ്ങളെപ്പോലെ തന്നെ എൻ്റെ ബ്രദറും ഒരു ഹോട്ടൽ ഉടമസ്ഥനാണ്. കുമ്പളങ്ങിലൊരു ചെറിയ ചായക്കട, ഹോട്ടൽ എന്നൊന്നും പറയാൻ പറ്റില്ല, ചെറിയൊരു ചായക്കട എൻ്റെ ഫാദർ നടത്തിക്കൊണ്ടിരുന്നതാണ്. അവൻ ഗൾഫിലായിരുന്നു. അപ്പോൾ ഫാദർ മരണപ്പെട്ടതിന് ശേഷം അവൻ വന്നപ്പോൾ അവൻ വീണ്ടും ഏറ്റെടുത്ത് അവൻ ഹോട്ടൽ നടത്തിക്കൊണ്ട് പോകുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എനിക്കറിയാം. എന്നെ 1-2 തവണ പല കാര്യങ്ങൾക്കായിട്ട് ഇവർ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചുള്ള മുഴുവൻ ബുദ്ധിമുട്ടുകളും എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്ന ആളാണ്. എല്ലാ തരത്തിലും ഉള്ള സഹായം തൊടുപുഴ നഗരസഭയുടെ കീഴിൽ നിന്ന് എന്ത് സഹായമാണോ ആവശ്യമുള്ളത് അതിനെല്ലാം നിങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കും എന്നുകൂടി ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. സംഘാടക സമിതി ചെയർമാൻ ജയൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി പ്രതീഷ് കുര്യാസ് സ്വാഗതവും PA സുധീർ നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. UDF രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ വെച്ച് ജനറൽ ബോഡി യോഗവും രാജാക്കാട് ടൗണിൽ പ്രതിഷേധ പ്രകടനവും നടത്തി. AICC മെമ്പർ EM അഗസ്തി XMLA ഉദ്ഘാടനം ചെയ്തു. UDF ചെയർമാൻ CB കൊച്ചുവള്ളാട്ട് അധ്യക്ഷത വഹിച്ചു. UDF കൺവീനർ ജോഷി കന്യാക്കുഴിയിൽ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ഇടുക്കിയിലെ ഭൂപ്രശ്നവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് UDF രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ വെച്ച് ജനറൽ ബോഡിയും രാജാക്കാട് ടൗണിൽ പ്രതിഷേധ പ്രകടനവും നടത്തിയത്. യോഗത്തിൽ ക്രിസ്തുമസ് ആഘോഷവും കേക്ക് മുറിച്ച് എല്ലാ പ്രവർത്തകർക്കും മധുരവും നൽകി. AICC മെമ്പർ EM അഗസ്തി XMLA ഉദ്ഘാടനം നിർവഹിച്ചു. UDF ചെയർമാൻ CB കൊച്ചുവള്ളാട്ട് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ UDF കൺവീനർ ജോഷി കന്യാക്കുഴിയിൽ സ്വാഗതം ആശംസിച്ചു. R ബാലൻപിള്ള, ബ്ലോക്ക് പ്രസിഡന്റ് MP ജോസ്, DCC വൈസ് പ്രസിഡന്റ് KS അരുൺ, UDF നിയോജക മണ്ഡലം ചെയർമാൻ NJ കുര്യൻ, കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോസ് ചിറ്റാടിയിൽ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് മുജീബ് ഇടശ്ശേരിക്കുടിയിൽ, JSS സംസ്ഥാന കമ്മിറ്റി മെമ്പർ KS ശിവൻ, KP ഗോപിദാസ്, തോമസ് മുണ്ടക്കാട്ട്, ഷാജി അമ്പാട്ട്, ജോസഫ് ഒടിവേലിൻ, മെമ്പർമാരായ ബെന്നി പാലക്കാട്ട്, വിൻസു തോമസ്, സുജിത് TK, കിങ്ങിണി രാജേന്ദ്രൻ, പുഷ്പലത സോമൻ എന്നിവർ നേതൃത്വം നൽകി. 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, രാജാക്കാട്. ബിസിനസ് വാർത്ത. VCode ഇൻഫോടെക് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ആസ്ഥാന മന്ദിരം VCode ഹിൽവ്യൂ തൊടുപുഴയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. കൊലാനിയിൽ VCode ഹിൽവ്യൂവിൽ PG ജോസഫ് MLAയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം നിർവഹിച്ചു. സോഫ്റ്റ്വെയർ നിർമ്മാണ രംഗത്ത് കഴിഞ്ഞ 21 വർഷമായി സജീവ സാന്നിധ്യമായി VCode ഇൻഫോടെക്, എഡ്സ്മാർട്ട്, എഞ്ചുവടി തുടങ്ങി വിവിധ സോഫ്റ്റ്വെയറുകൾ VCodeന്റേതായി ലഭ്യമാണ്. ഒരു കൊച്ചു വാടക മുറിയിൽ നിന്നും ഏതാനും വർഷങ്ങൾക്ക് മുൻപ് തൊടുപുഴയിൽ ആരംഭിച്ച VCode ഇന്ന് കേരളത്തിലും രാജ്യാന്തര തലത്തിലും അറിയപ്പെടുന്ന ഒരു IT കമ്പനിയായി മാറിയിരിക്കുകയാണ്. VCode ഹിൽവ്യൂ ബിൽഡിംഗ് കോംപ്ലക്സിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് തൊടുപുഴയിൽ നിർവഹിച്ചു. VCode ഇൻഫോടെക് കോർപ്പറേറ്റ് ഓഫീസിന്റെ ഔപചാരികമായ ഉദ്ഘാടനം തൊടുപുഴ MLA PJ ജോസഫ് നിർവഹിച്ചു. VCode ഹിൽവ്യൂ അപ്പാർട്ട്മെന്റിന്റെ ഔപചാരികമായ ഉദ്ഘാടനം MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, MLA PJ ജോസഫ്, കൗൺസിലർ മെർലി രാജു എന്നിവർ സംയുക്തമായി നിർവഹിച്ചു.
ശ്രീ നിശാന്തിൻ്റെ കഠിനാധ്വാനവും അദ്ദേഹത്തിൻ്റെ സ്വപ്രയത്നവും ഈ വിധത്തിലുള്ള ഒരു നേട്ടത്തിലേക്ക് എത്തിച്ചു എന്ന് മാത്രമല്ല, അതിഗംഭീരമായ അദ്ദേഹത്തിൻ്റെ അവതരണം ഏതൊരാൾക്കും ആത്മവിശ്വാസം പകരുന്നതാണ്. ഒന്നുകൂടി കടന്നു പറഞ്ഞാൽ, ആത്മവിശ്വാസക്കുറവുള്ള ആരെങ്കിലും അത് കേട്ടിരുന്നെങ്കിൽ അവർക്ക് ആത്മവിശ്വാസം കുറച്ചുകൂടി വർദ്ധിക്കുന്ന തരത്തിലേക്ക് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസൻറ്റേഷൻ. അദ്ദേഹത്തെക്കുറിച്ച് വളരെയൊന്നും അറിയില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. പക്ഷേ അറിഞ്ഞപ്പോൾ ഇത്രയും വലിയ ഒരു നേട്ടം നമ്മുടെ നാടിന് സംഭാവന ചെയ്ത ഒരു വ്യക്തി എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ അഭിനന്ദിക്കാനുള്ള ഒരു വേദിയായി കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഈ നാടിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. കേരളത്തിൽ ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യം നല്ല സംരംഭകരുണ്ടാകുക എന്നുള്ളതാണ്. തൊഴിൽ തേടുന്ന യുവാക്കളെ അല്ല, തൊഴിൽ സൃഷ്ടിക്കുന്ന യുവാക്കളെയാണ് ആവശ്യം. അതിൽ ഒരു വലിയ നാഴികക്കല്ലായി ഞാൻ ഈ വീക്കോഡ് ഇൻഫോടെക്കിനെ കാണുകയാണ്. മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്ന ഒന്നായി മാറിയിരിക്കും. ഇവിടെ മാത്രമല്ല, UK അംഗീകരിക്കപ്പെട്ട 9ാമത്തെ കമ്പനിയായി ഇവിടെ പറയുന്നുണ്ട്. അത് നമുക്കറിയാം. ഈ നിലയിൽ ഒരു ഇൻഫോ പാർക്കിൻ്റെ പോലെ ശൃംഖല തുടങ്ങുവാൻ തൊടുപുഴയുള്ള സാധ്യത വിളിച്ചറിയിക്കുകയാണ്. നിശാന്തിൻ്റെ കഠിനാധ്വാനം, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആത്മവിശ്വാസം, വിജയിക്കുമെന്നുള്ള വിശ്വാസം. 500-ൽ പരം സ്കൂളുകളിൽ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നു എന്നുള്ളത്, ആ റിസ്ക് എടുക്കാൻ തയ്യാറായി മുന്നോട്ട് വന്ന ആന്റണിയച്ചനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതുകൊണ്ട് ഈ തൊടുപുഴയിൽ ഇതൊരു ശൃംഖല തന്നെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീക്കോഡ് CEO ആൻഡ് കോ-ഫൗണ്ടർ ജെ നിശാന്ത് അധ്യക്ഷത വഹിച്ചു. വീക്കോഡ് മാനേജിംഗ് ഡയറക്ടർ ഉണ്ണി KS നന്ദി അറിയിച്ചു. വീക്കോഡ് ബിസിനസ് മാനേജർ സണ്ണി ജോൺസൺ സ്വാഗതം ആശംസിച്ചു. മുനിസിപ്പൽ കൗൺസിലർ ശ്രീമതി മെർലി രാജു, നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ മൂവാറ്റുപുഴ പ്രിൻസിപ്പൽ ഡോക്ടർ ഫാദർ ആന്റണി പുത്തൻകുളം, മുൻ വാത്തിക്കുടി പഞ്ചായത്ത് പ്രസിഡന്റ് CB ജോസഫ്, വീക്കോഡ് മെന്റർ ശ്രീ KS നമ്പൂതിരി, വീക്കോഡ് ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് ബെന്നി ജോസ്, മൂലമറ്റം സെന്റ് ജോസഫ് കോളേജ് ഫോർമർ പ്രിൻസിപ്പൽ ഡോക്ടർ സാജു സെബാസ്റ്റ്യൻ എന്നിവർ സ്വാഗതം ആശംസിച്ചു. വീക്കോഡ് ജീവനക്കാരും കുടുംബാംഗങ്ങളും അഭ്യുദയകാംക്ഷികളുമായി 100 കണക്കിന് ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. വീക്കോഡ് ഇൻഫോടെക്കിന്റെ 21 വർഷത്തെ യാത്രയിൽ കൂട്ടായി നിന്നവരെ മൊമെന്റോ നൽകി ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഒമേഗ റൂഫിംഗിന്റെ 6ാമത് ഷോറൂം തൊടുപുഴ മങ്ങാട്ടുകവല വെങ്ങല്ലൂർ ബൈപ്പാസിൽ പ്രവർത്തനം ആരംഭിച്ചു. റൂഫിംഗ് രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച സെറാമിക് ഫുഡ് റൂഫിംഗ് ടൈൽസ്, UPVC റൂഫിംഗ് ഷീറ്റ്സ്, GI ആൻഡ് GP ട്യൂബ്സ്, UPVC റെയിൻ വാട്ടർ ഗട്ടർ, GA റൂഫിംഗ് ഷീറ്റ് എന്നിവയുടെ വിപുലമായ ശേഖരമാണ് പുതിയ ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം PG ജോസഫ് MLA നിർവഹിച്ചു. 1.5 പതിറ്റാണ്ടിലേറെയായി തൊടുപുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കേരളത്തിലുടനീളവും കർണാടകയിലും തമിഴ്നാട്ടിലുമായി റൂഫിംഗ് മെറ്റീരിയൽ വിതരണ രംഗത്ത് സ്വന്തമായി വ്യക്തിമുദ്ര പതിപ്പിച്ച ഒമേഗ റൂഫിംഗിന്റെ 6ാമത് ഷോറൂം തൊടുപുഴ മങ്ങാട്ടുകവല വെങ്ങല്ലൂർ ബൈപ്പാസിൽ പ്രവർത്തനം ആരംഭിച്ചു. റൂഫിംഗ് രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച സെറാമിക് റൂഫിംഗ് ടൈൽസ്, UPVC റൂഫിംഗ് ഷീറ്റ്സ്, GI ആൻഡ് GP ട്യൂബ്സ്,
UPVC, റെയിൻ വാട്ടർ ഗട്ടർ, GI റൂഫിംഗ് ഷീറ്റ് എന്നിവയുടെ വിപുലമായ ശേഖരമാണ് പുതിയ ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിരവധി വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ PJ ജോസഫ് MLA നിർവഹിച്ചു. ഈ ക്രിസ്മസ് ന്യൂ ഇയർ വേളയിൽ തൊടുപുഴയ്ക്ക് ഒരു സ്ഥാപനം വരികയാണ്. ഒന്നങ്കയുടെ 6ാമത്തെ സംരംഭമാണ്. വളരെ വിജയകരമായ മുന്നോട്ട് നീങ്ങുന്ന ഈ സംരംഭത്തിന് എല്ലാവിധമായ ഭാവങ്ങളും. മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിഞ്ചു, തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ, ഓൾ കേരള പൈനാപ്പിൾ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് പെരുമ്പള്ളിക്കുന്നിൽ, മുനിസിപ്പൽ കൌൺസിലർ നഫിയ ജബ്ബാർ, മർച്ചന്റ്സ് അസോസിയേഷൻ സെക്രട്ടറി CK നവാസ്, മഞ്ഞളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടോമി തന്നിട്ടാമാക്കൽ, മർച്ചന്റ്സ് അസോസിയേഷൻ വാഴക്കുളം പ്രസിഡന്റ് സിജു താന്നിക്കൽ, മർച്ചന്റ്സ് അസോസിയേഷൻ മടക്കത്താനം യൂണിറ്റ് പ്രസിഡന്റ് സുനിൽ വഴുതനക്കാട്ട്, മൂവാറ്റുപുഴ താലൂക്ക് പ്രസിഡന്റ് തോമസ് വർഗീസ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് CB കൊല്ലംകുടിയിൽ എന്നിവർ ആശംസകൾ അറിയിച്ചു. നല്ല രീതിയിൽ ഏറ്റവും ഉയരങ്ങളിലേക്ക് ഇനിയും എത്താൻ സാധിക്കട്ടെ എന്ന ഏറ്റവും ആത്മാർത്ഥമായ രീതിയിൽ ആശംസിച്ചുകൊണ്ട് ഇവിടെ തുടർന്ന് പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകൾ അറിയിച്ചുകൊണ്ടുപോകുന്നു. ഈ ഒമേഗ ഒന്നേറ്റിനെയാണ് സാധാരണക്കാർക്ക് സാധിച്ചത്. സാധാരണ ഈ ഓട് കിട്ടാറില്ലേ. ഈ സംരംഭത്തിന് ഇവർക്കെല്ലാം എല്ലാവിധ ആശംസകൾ നേരുന്നു. അതുതന്നെ 4ാമത്തെ കേരളത്തിലെ 6ാമത്തെയും നമ്മുടെ വാർഡിൻ്റെ മുനിസിപ്പാലിറ്റിയുടെ 4ാമത്തെ വയസ്സിന് എല്ലാവിധ ഭാവങ്ങളും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനയും എന്നിൽ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞു. എല്ലാവർക്കും വീട്ടിലെ ഓട് നെയ്യുന്നതിനൊക്കെ വളരെ 2 വീടിൻ്റെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഓട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ 6ാമത്തെ സ്ഥാപനവും കേരളത്തിലുടനീളം 6-7 ബെഡ്റൂം സ്ഥാപനങ്ങൾ തുറക്കാൻ ഈ നോബൽ ജോണും അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിനും കഴിയട്ടെ എന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ വാഴൂർ മർച്ചന്റ് അസോസിയേഷനിലെ എല്ലാവരുടെ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇത് കേരളത്തിലെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ എല്ലാ ജില്ലകളിലും ഷോറൂമുകൾ എത്രയും വേഗം എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ മടക്കത്താനം യൂണിറ്റിൻ്റെയും കേരള സ്റ്റേറ്റ് സ്മോൾ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ്റെയും എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഈ കേരളക്കരയിലെ ഒട്ടുമിക്ക പ്രധാനപ്പെട്ട നഗരങ്ങളിലും ഇതിൻ്റെ ഷോറൂമുകൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. നാളിതുവരെ നൽകിയ പിന്തുണയ്ക്ക് ഏവരോടും നന്ദി അറിയിക്കുന്നതായി മാനേജിംഗ് ഡയറക്ടർ നോബൽ ജോൺ പറഞ്ഞു. ഏതാണ്ട് 30,000-ൽ പരം വീടുകൾക്ക് ഞങ്ങൾക്ക് ഈ റൂഫിംഗ് തൈകൾ വിതരണം ചെയ്യാൻ സാധിച്ചു. ഈ ചുരുങ്ങിയ കാലയളവിൽ വളരെ സന്തോഷകരമായ കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഒരാൾ മൗത്ത് മൗത്ത് എന്ന് പറയുന്നത് പോലെ ഞങ്ങൾ കൂടുതൽ പരസ്യങ്ങളൊന്നും കൊടുക്കാറില്ല. പക്ഷേ കസ്റ്റമേഴ്സ് തന്നെ അറിഞ്ഞാണ് ഞങ്ങളുടെ ഈ ബിസിനസ് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ 15 വർഷം മുമ്പ് റൂഫിംഗ് തൈൽ ഈ രംഗത്ത് പരിചയപ്പെടുത്തിയെങ്കിൽ ഇന്നിപ്പോൾ ഞങ്ങൾ ASA കോടിയോടുകൂടിയ UPVC ഈ വർഷം ഞങ്ങൾ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ബ്രാൻഡിൽ തന്നെ ഈ റൂഫിംഗ് ടൈലുകളും അതുപോലെ തന്നെ സെറാമിക് കോട്ടിങ്ങുള്ള സ്റ്റോൺ കോട്ടിങ്ങുള്ള ടൈലുകളും അതുപോലെ തന്നെ ഈ ASA കോട്ടിങ്ങുള്ള UPVC ഷീറ്റുകൾ ഇതെല്ലാം ഞങ്ങൾ ഇൻ്റർനാഷണൽ ക്വാളിറ്റിയിൽ തന്നെ വിദേശത്ത് നിർമ്മിച്ച് ഇവിടെ ഇമ്പോർട്ട് ചെയ്താണ് ഞങ്ങൾ വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ
ഞങ്ങളുടേതായ പ്രൊഡക്റ്റുകൾ ഞങ്ങളുടെ ബ്രാൻഡിൽ തന്നെ കൊടുക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഗ്യാരണ്ടിയോട് കൂടി ഞങ്ങൾ കൊടുക്കാൻ സാധിക്കും. എന്താണെങ്കിലും ഈ വളർച്ചയിൽ ഞങ്ങൾക്ക് സപ്പോർട്ട് നൽകിയ തൊഴിലുറക്കാരോട് പ്രത്യേകമായി ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. തുടർന്നും നാളെയും ഞങ്ങളോട് നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹവും വാത്സല്യവും സഹകരണവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം ഇറക്കുമതി ചെയ്യുന്ന കളർ മങ്ങാത്ത പായൽ പിടിക്കാത്ത ഭാരം കുറഞ്ഞ സെറാമിക് റൂഫിംഗ് ടൈൽസിന്റെ 60-ൽ പരം കളർ ഡിസൈനുകളാണ് ഒമേഗ തൊടുപുഴയ്ക്കായി ഒരുക്കിയിരിക്കുന്നത്. ക്യൂർ ആൻഡ് മോർ സൈക്കോളജി ആൻഡ് ഹോമിയോപ്പതിക് ക്ലിനിക് പെരുമ്പളിച്ചിറ അല്ലസർ ഡെന്റൽ കോളേജിന് സമീപം പുതുച്ചിറ ചരൽപ്പറമ്പിൽ ആർക്കേഡിൽ പ്രവർത്തനം ആരംഭിച്ചു. കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ശാരീരികവും മാനസികവുമായ ആരോഗ്യവും സംരക്ഷണവും എല്ലാവർക്കും നൽകുകയെന്ന ലക്ഷ്യത്തോടെ ക്യൂർ ആൻഡ് മോർ സൈക്കോളജി ആൻഡ് ഹോമിയോപ്പതിക് ക്ലിനിക് പെരുമ്പള്ളിച്ചിറ അല്ലസർ ഡെന്റൽ കോളേജിന് സമീപം പുതുച്ചിറ ചരൽപ്പറമ്പിൽ ആർക്കേഡിൽ പ്രവർത്തനം ആരംഭിച്ചു. നിരവധി പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി തോമസ് ഉദ്ഘാടനം ചെയ്തു. ഈ സമയത്ത് ഈ വേളയിൽ ഇങ്ങനൊരു സ്ഥാപനം നമ്മുടെ ഈ ജംഗ്ഷനിൽ വളരെ അത്യാവശ്യവും ഏറ്റവും പ്രാധാന്യമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം തന്നെ നല്ല വിജയം ഉണ്ടാവട്ടെ എന്നും ആശംസിക്കുന്നു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് നിസാർ പഴേരി, തൊടുപുഴ മുനിസിപ്പൽ മുൻ ചെയർമാൻ സനീഷ് ജോർജ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബിന്ദു ഷാജി, 5ാം വാർഡ് മെമ്പർ ഷെമീന നാസർ, KCTTU ജില്ലാ സെക്രട്ടറിയും സഞ്ജീവനി ജില്ലാ കോർഡിനേറ്ററുമായ ടിറ്റോ ജോണി എന്നിവർ സംസാരിച്ചു. ഹോമിയോ വിഭാഗത്തിൽ തൈറോയിഡ്, പൈൽസ്, മൂത്രത്തിൽ പഴുപ്പ്, ആസ്മ, കിഡ്നി സ്റ്റോൺ, ത്വക്ക് രോഗങ്ങൾ, സൈനസൈറ്റീസ് തുടങ്ങിയവയാണ് പ്രധാന ചികിത്സകളെന്ന് ഹോമിയോപ്പതിക് ഫിസിഷ്യന്മാരായ റിട്ടയർഡ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രേംകുമാർ ജി, DHMS, BHMS, ആയുഷ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രഞ്ജിൻ രാജ്, BHMS എന്നിവർ അറിയിച്ചു. നമ്മുടെ ഇവിടെ ഈ പുതുച്ചിറ അല്ലസർ ഡെന്റൽ കോളേജിൻ്റെ സമീപത്തായിട്ട് ഒരു പുതിയ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്യൂർ ആൻഡ് മോർ എന്നാണ് പേര്. ഇവിടെ ഉദ്ദേശിക്കുന്നത് സൈക്കോളജി അതുപോലെ തന്നെ ഹോമിയോപ്പതിയും തമ്മിൽ മിങ്കിൾ ചെയ്തുകൊണ്ടുള്ള ഒരു തരം ട്രീറ്റ്മെൻറ്റാണ് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഹോമിയോപ്പതിയിൽ എന്ന് പറഞ്ഞാൽ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വളരെയധികം സഹായകപരമായ മരുന്നുകളൊക്കെ ഹോമിയോപ്പതിയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ പ്രധാനപ്പെട്ട ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തൈറോയിഡ്, പൈൽസ്, മൂത്രാശയ സംബന്ധമായ അസുഖങ്ങൾ, ആസ്മ, റെസ്പിറേറ്ററി പ്രോബ്ലംസ്, അലർജി ഡിസോർഡറായിട്ടുള്ള അസുഖങ്ങൾ, പകർച്ചവ്യാധികൾക്കുള്ള ട്രീറ്റ്മെൻറ്റ്സ്, വാദസംബന്ധമായ അസുഖങ്ങൾ, ഇതെല്ലാം നമ്മുടെ ശാരീരികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ADHD, അതുപോലെ തന്നെ ഹൈപ്പർ ആക്ടിവിറ്റി, അതുപോലെ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉണ്ടാകുന്ന സൈക്കോളജിക്കൽ പ്രോബ്ലംസ്, അതിനൊക്കെ തന്നെ നമുക്ക് ഹോമിയോപ്പതിയിൽ ധാരാളം മെഡിസിനുണ്ട്. അപ്പോൾ ഈ സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റിന് നമ്മുടെ ഹോമിയോപ്പതി മെഡിസിൻസ് കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു സംരംഭമാണ് ഞങ്ങളിവിടെ നടത്തുന്നത്. അപ്പോൾ സൈക്കോളജിക്ക് വേറെ സൈക്കോളജിസ്റ്റുകളുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഡോക്ടേഴ്സായിട്ട് ഹോമിയോപ്പതി ഡോക്ടേഴ്സായിട്ട് ഞങ്ങൾ 2 പേരുണ്ട്. ഡോക്ടർ രഞ്ജൻ രാജൻ പിന്നെ ഞാനുമാണ് ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് ഞങ്ങളുടെ അതുപോലെ തന്നെ അഡിക്ഷനുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതുപോലെ ആങ്സൈറ്റി, സ്ട്രെസ് ഡിസോർഡേഴ്സ്, ഡിപ്രഷൻ, സ്ലീപ്പിംഗ് ഡിസോർഡേഴ്സ്, അങ്ങനെ എല്ലാത്തിനും തന്നെ നമുക്ക് ഹോമിയോപ്പതിയിൽ ധാരാളം മെഡിസിൻസ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്താണ് ഞങ്ങൾ ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ ടൈം എന്ന് പറയുന്നത് രാവിലെ 10 മണി മുതൽ 2 മണി വരെയും വൈകിട്ട് 3 മണി മുതൽ 7 മണി വരെയുമാണിത്. കുട്ടികൾക്കുണ്ടാവുന്ന കഫക്കെട്ട്, അലർജി, ആസ്മ, വിരശല്യം, കരപ്പൻ, അഡിനോയിഡ്, ടോൺസിലൈറ്റിസ്,
ഉദരസംബന്ധമായ അസുഖങ്ങൾ എന്നിവയ്ക്കുള്ള ചികിത്സയും കൂടാതെ സ്ത്രീകൾക്കുണ്ടാകുന്ന PCOD, ഗർഭാശയ മുഴകൾ തുടങ്ങിയവയ്ക്കും കൗമാരക്കാർക്കുണ്ടാകുന്ന മുഖക്കുരു, മുടികൊഴിച്ചിൽ തുടങ്ങിയവയ്ക്കും വിവിധ ജീവിതശൈലി രോഗങ്ങൾ, പകർച്ചവ്യാധികൾ, വാതസംബന്ധമായ അസുഖങ്ങൾ, അലർജികൾ, ത്വക്ക് രോഗങ്ങൾ, അഡിക്ഷൻ, ഡിപ്രഷൻ, ഉത്കണ്ഠ, സമ്മർദ്ദം തുടങ്ങിയ എല്ലാ രോഗാവസ്ഥകൾക്കും ഇവിടെ ചികിത്സ നൽകുമെന്നും അവർ കൂട്ടിച്ചേർത്തു. സൈക്കോളജി വിഭാഗത്തിൽ കുട്ടികൾക്കും കൗമാരക്കാർക്കും മുതിർന്നവർക്കും വയോജനങ്ങൾക്കുമുള്ള കൗൺസിലിംഗ് സെക്ഷൻ, കുടുംബാംഗങ്ങൾക്കും മാതാപിതാക്കൾക്കുമുള്ള കൗൺസിലിംഗ്, പഠന പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും, ADHD, OCD, PPD, ഭൂതകാല ആഘാത സംഭവങ്ങളിൽ നിന്നുള്ള മുക്തി, സോഷ്യൽ ആങ്സൈറ്റി, ഡിപ്രഷൻ, സ്ലീപ്പിംഗ് ഇഷ്യൂ, മൊബൈൽ അഡിക്ഷൻ, മൂഡ് ഡിസോർഡർ തുടങ്ങിയ വിവിധ മാനസിക പ്രശ്നങ്ങൾക്കുമുള്ള കൗൺസിലിംഗ് ഉൾപ്പെടെ ഇവിടെയുണ്ടെന്ന് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റുകളായ ER റഷീദ, ഉണ്ണി ബാബു എന്നിവർ അറിയിച്ചു. പെരുമ്പള്ളിച്ചിറ അല്ലസർ ഡെന്റൽ കോളേജിന് സമീപം ഞങ്ങൾ തുടങ്ങിയിരിക്കുന്ന സ്ഥാപനമാണ് ക്യൂർ ആൻഡ് മോർ. അപ്പോൾ ഇന്ന് സമൂഹം നേരിടുന്ന പല മാനസിക പ്രശ്നങ്ങൾ അത് നമ്മൾ പലപ്പോഴും തള്ളിക്കളയുക ചെയ്യണം. നാളെ നോക്കാമെന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയുന്ന പല കാര്യങ്ങളും പിന്നീടാണ് അത് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും നശിപ്പിക്കുന്ന ഒരു രീതിയിലോട്ട് വരുന്നത്. അപ്പോൾ ഇത് തടയാൻ വേണ്ടി പ്രത്യേകിച്ച് ഇപ്പോൾ കുട്ടികൾക്ക് വരെ ഡിപ്രഷനുള്ള ഈ കാലത്ത്, അതും കൊറോണ കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെ നമ്മൾ കൂടുതൽ അവബോധം സമൂഹത്തിൽ വരുന്നത്. അപ്പോൾ ക്യൂർ ആൻഡ് മോർ ഇവിടെ തുടങ്ങിയിരിക്കുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ നേരിടാനും ഒരു ബിസിനസ് എന്നതിൽ കൂടുതൽ സമൂഹത്തിന് നൽകാവുന്ന ഒരു സേവനമാണ് ക്യൂർ ആൻഡ് മോർ. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഹോമിയോപ്പതി ആൻഡ് സൈക്കോളജി ക്ലിനിക്കാണ്. അപ്പോൾ രണ്ടും കൂടെ ചേർന്ന് സമഗ്രമായൊരു മാറ്റമാണ് ഞങ്ങളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കൊടുക്കുന്ന സേവനങ്ങൾ റഷീദ മാം പറയുന്നതാണ്. സൈക്കോളജിസ്റ്റ് ഉണ്ണി പറയുന്ന പോലെ ക്യൂർ ആൻഡ് മോറിൽ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങൾ കുട്ടികൾക്കും മുതിർന്നവർക്കുമായിട്ടുള്ള വയോജനങ്ങൾക്കും ഉള്ള കൗൺസിലിംഗ് സെഷൻസ്, ഫാമിലി ആൻഡ് സൈക്കോ എഡ്യൂക്കേഷൻ ഫാമിലി മെമ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുട്ടികളിലുണ്ടാകുന്ന ലേണിംഗ് ഡിസബിലിറ്റി, ADHD അങ്ങനെയുള്ള പഠന വൈകല്യങ്ങൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ട കെയറും സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. പിന്നീട് പ്രസവാനന്തര വിഷാദം, PPD എന്ന് പറയും, പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ, അതിന് വേണ്ട കെയറും സപ്പോർട്ടും നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഭൂതകാല അനുഭവങ്ങൾ, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അങ്ങനെയുള്ള കേസസും, സ്ട്രെസ്സ്, ആങ്സൈറ്റി, ഈവൻ ഡേ ടു ഡേ ലൈഫിൽ വരുന്ന സ്ലീപ്പിംഗ് ഡിസോർഡർ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ട തെറാപ്യൂട്ടിക് അപ്രോച്ചും വേണ്ട കെയറും സപ്പോർട്ടും നമ്മൾ ഈ സ്ഥാപനം ക്യൂർ ആൻഡ് മോർ പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നീട് നിങ്ങൾക്കുണ്ടാകുന്ന എന്ത് ഇഷ്യൂസ് ആണെങ്കിലും, കുഞ്ഞു ഇഷ്യൂസ് ആണെങ്കിലും ഞങ്ങൾ എല്ലാ രീതിയിലും കെയറും സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ ഈ സ്ഥാപനം ഞങ്ങളെല്ലാവരും ടീം വർക്കായിട്ട് മുന്നോട്ട് പോകുന്നു. ഹോമിയോ വിഭാഗത്തിലാണെങ്കിലും ഡോക്ടർ പ്രേംകുമാർജിയും ഡോക്ടർ രഞ്ജിൻ ടാജും സർവീസ് ചെയ്യുന്നുണ്ട്. പിന്നീട് വരുന്ന കുട്ടികൾക്കുണ്ടാകുന്ന ADHD മാനേജ്മെൻറ്റിൽ ഹോമിയോ ട്രീറ്റ്മെൻറ്റും നമ്മൾക്കിവിടെ അവൈലബിൾ ആണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിന പരേഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യത്തെ ആദ്യ വനിതാ സീനിയർ വിംഗ് ബാൻഡ് അംഗങ്ങൾക്ക് ന്യൂമാൻ കോളേജിൽ വികാരനിർഭരമായ യാത്രയയപ്പ് നൽകി. സംസ്ഥാന സർക്കാരിന്റെ വനഭേദഗതി ബിൽ പിൻവലിക്കണമെന്ന് DCC നേതൃയോഗം. മിഷൻ 2025ന്റെ ഭാഗമായി കോൺഗ്രസ് സംഘടിപ്പിച്ച നേതൃസംഗമം AICC സെക്രട്ടറി PV മോഹൻ ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി നിരക്ക് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ KSAB ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ മുനിസിപ്പൽ പാർക്കിന് മുൻപിലുള്ള യുദ്ധസ്മാരകം പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന വാഹനങ്ങളുടെ പാർക്കിംഗ് മൂല്യവും പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നതിനാലും അനാദരിക്കപ്പെടുകയാണെന്ന് പൂർവ്വ സൈനിക് സേവാ പരിഷത്ത് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് CG സോമശേഖരൻ. കേന്ദ്ര സർക്കാർ കേരളത്തിന് അനുവദിച്ച കേന്ദ്രീയ വിദ്യാലയം സ്ഥാപിക്കുന്നത് തൊടുപുഴയ്ക്ക് സമീപം മ്രാലയിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.